ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരല്ലേ? അവരെ വ്യക്തത ഉണ്ടാക്കട്ടെ. UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രബലമായ പാർട്ടിയാണ് ലീഗ്. ലീഗില്ലാതെ UDF-നെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് UDF? എല്ലാവർക്കും അവകാശമുണ്ട്, ഓരോ പാർട്ടിക്കാർക്കും അവകാശമുണ്ട്. പക്ഷെ സീറ്റ് എത്രയല്ലേ ഉള്ളൂ? 20. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? ഓ, ഇപ്രാവശ്യം ആരെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനം ചോദിച്ച അതേ ചോദ്യമാണ്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല. അലയൻസ് എല്ലാം കൂടിച്ചേർന്ന് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റെല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ അന്ന് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ത്യൻ സമൂഹത്തിലുള്ളത്. അതാ എങ്ങനെ അതിന്റെ അർത്ഥം അതിനുള്ളിലിരിപ്പ് കേരളത്തിൽ വന്ന് മത്സരിച്ചോട്ടെ എന്നാണ്. ഇവിടെ അതൊക്കെ അവർ തീരുമാനിക്കണ്ട. ഞങ്ങളിപ്പോൾ ഇന്നയാൾ ഇവിടെ മത്സരിക്കണം, ഇന്നിവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. സാമാന്യം മര്യാദ അനുസരിച്ച് BJP-യെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്. കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു സീറ്റും BJP-ക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിലില്ല. അതെ, അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവർക്ക് മത്സരിക്കാൻ പറ്റുമോ? BJP-ക്ക് മത്സരിക്കണ്ടേ? അപ്പോൾ BJP-ക്ക് മത്സരിക്കാൻ സാധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഞങ്ങൾ 20 സീറ്റും ജയിക്കും എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ പറയുന്നത് മാത്രം കണ്ടാൽ മതി. അതാണ് സുപ്രീം കോടതി പോയ കാര്യം വെച്ചുകൊണ്ട് ഒരു സാഹചര്യവും നമുക്ക് തരില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലാണ്ട് വേറെ ഇതിന് മുമ്പ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നുകൊണ്ടേയിരിക്കേണ്ടുന്ന ആനുകൂല്യം പോലും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ കേസ് പിൻവലിച്ചാലേ നിങ്ങൾക്ക് ആനുകൂല്യം തരൂ എന്നാണ് കോടതി ചർച്ച ചെയ്യണം തീരുമാനിച്ച് ചർച്ചയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ അവർ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നിലപാടതാണ്. അതൊക്കെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായ കടന്നാക്രമമാണ് കേരളത്തിൽ ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഓ, ആരെയും നോക്കിയിട്ട് കാണുന്നില്ല അല്ലേ? അതൊരു വലിയ അത്ഭുതകരമായ സംഭവമാണ്. ആരെയും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നോക്കും. ചെറുപ്പക്കാരൻ ഞാൻ പറയുന്നത് ഇത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ലെങ്കിൽ എങ്ങനെ ആ ശരി. പിന്നെ 15 എണ്ണത്തിൽ 1-2 കൊല്ലാണ്ട് പിന്നെ എത്രയാ വരിക? അപ്പോ വടകര ഒരു തിരിച്ചടിയില്ല. വടകരയൊക്കെ അതിശക്തിയായ മുന്നേറ്റം നടത്താൻ പോകുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും സാഹചര്യം ഞാനിവിടെ വിശദീകരിക്കുന്നില്ലല്ലോ. നമുക്ക് സൗകര്യത്തിൽ ഇനിയുണ്ടല്ലോ സമയം. ഇലക്ഷൻ വരാൻ പോകില്ലേ ഉള്ളൂ. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിൻ്റെയും സാഹചര്യം എന്താണെന്നുള്ളത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി പറയാം. സുധാകരൻ നിൽക്കുക ആയിക്കോട്ടെ. അതുകൊണ്ടെന്താ? സുധാകരൻ നല്ല ഇമേജല്ലേ ഇപ്പോൾ ഉള്ളത്. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ സാധിക്കാത്തതും പറയേണ്ടി വരാത്തതുമായ പ്രയോഗം നടത്തി നിൽക്കുകയാണ്. പറയും എങ്ങനെയാ ഒന്ന് ഒഴിവാക്കിയിട്ട് എവിടെയും കൊണ്ടുപോയി ഇരുത്തേണ്ടത് എന്ന് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഭാഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അത് വെറുതെ കൊണ്ട് വരുന്നതല്ല. ഭാഷ ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഷാപരമായ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗങ്ങളെല്ലാം. അത് നിങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പൊ കളവല്ലേ? അതെ, പിന്നെന്താ? പിന്നെ ഞാനിതിനായി അതിനെപ്പറ്റി വിശദീകരിക്കാൻ പോകുന്നു. കളവ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മൾ ജ്യേഷ്ഠാനുജന്മാരെ പറ്റില്ല. ജ്യേഷ്ഠാനുജന്മാരെ സംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് വേറെ പ്രയാസമുള്ളതുകൊണ്ടല്ല. ഇത് ആദ്യത്തെ ഒന്നുമല്ല, എത്രയോ പ്രാവശ്യം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതല്ലാതാവാൻ പറ്റില്ല. അതാ പ്രശ്നം. മൈക്ക
അവർക്ക് കേരളത്തിൽ 20ലും പ്രതീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ബേജാറായിട്ട് കയറ്റുന്നില്ല. ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കാനുള്ളൊരു മനഃശാസ്ത്രപരമായ പിൻബലം ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. വെറുതെ ഒരു അവകാശമാവുന്നല്ല, അതാ അടിസ്ഥാനം. ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനതയുടെ ഒരു മാനസിക നിലയുണ്ടല്ലോ, ആ നില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലതുപോലെ അനുകൂലമാണെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്.